ഹലോ പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പഴമയുടെ പുതുമ, അതായത് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ ഈ ചിപ്സൊക്കെ വറുക്കാനായിട്ട് ഏത്തക്ക വാങ്ങിക്കില്ല, ഏത്തക്ക നേന്ത്രക്ക എന്നൊക്കെ എല്ലാവരും പറയും. ആ നേന്ത്രക്ക പൊളിച്ചിട്ട് അതിൻ്റെ തൊലിയില്ലേ, തൊലി അരിഞ്ഞ് വൻപയറുമായിട്ട് വെക്കുന്ന ഒരു തോരൻ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. കുറച്ച് കടുകിട്ടു. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് വെച്ചു. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ചു. എന്നിട്ട് നന്നായിട്ട് അത് മൂക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി ഞാൻ കുറച്ച് വൻപയർ പുഴുങ്ങി നേരത്തെ വെച്ചിട്ടുണ്ട്. അതുപോലെ കായുടെ തൊലി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഉതുക്ക്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉതുക്കുക എന്ന് പറയും. പിന്നെ ചതച്ച് വാരി എടുക്കുന്നതിനാണ്. അതിന് വേണ്ടി തേങ്ങയെ ഒരു വെളുത്തുള്ളി, 3-4 ചെറിയ ഉള്ളി, ജീരകം, ഒരു പച്ചമുളക്, ഒരു കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കണം, മഞ്ഞളും കൂടി കൂട്ടി. അങ്ങനെ ഞാൻ നേരത്തെ ഇത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി കടുക് കവറുത്ത് ഉള്ളിയെല്ലാം മൂത്തു. അത് കോരി മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് തൊലി അരിഞ്ഞു വെച്ചിരിക്കുന്നത് പണ്ടൊക്കെ ഒരു കറിയായിരുന്നു ഇത്. ഇതിലൊക്കെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഒന്ന് വാടിക്കഴിയുമ്പോൾ, കുറച്ചൊന്ന് എണ്ണയിൽ വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് പയറിടാം. പയർ നേരത്തെ ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ആകുമ്പോൾ ഇച്ചിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ തൊലി ഒന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമുക്കൊന്ന് മൂടി വെച്ചത് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പിടാം. നന്നായിട്ട് വേവിക്കുക. ഇത് വെന്ത് കുറച്ച് വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഈ ഓഫാക്കി യൂസ് ചെയ്യാവുന്നതാണ്.
എൻ്റെ ഈ പാചകം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇതൊന്നൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. ഞാൻ പറയുന്നതല്ലോ, നിങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ലേ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന ഈ കടുക് വറുത്തയില്ല അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഇളക്കി നമുക്ക് ഉപയോഗിക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിഷായ പയറും നേന്ത്രക്കായ തൊലിയും കൂടി വെച്ചിരിക്കുന്ന തോരൻ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.